പാലക്കാട് നിന്നുള്ള വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ. ചിറ്റൂർ പുഴയിൽ യുവാക്കൾ കുടുങ്ങിയ സംഭവം. ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഓവിലാണ് യുവാക്കൾ കുടുങ്ങിയത്. അതിൽ അരുൺ എന്ന് പറയുന്ന ആൾക്കായുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇക്ബാൽ അറയ്ക്കൽ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ഇക്ബാൽ, അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? യോഷിനി, ഇപ്പോൾ രണ്ടാമത്തെ അരുൺ എന്ന് പറയുന്ന കോയമ്പത്തൂർ സ്വദേശിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ ചിറ്റൂര് വിളയോടിക്ക് സമീപമുള്ള ഷൺമുഖം കോസ്വേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഇതിന് സമീപത്താണ് ഈ ഓട എന്ന് പറയുന്നത്. ഇതൊരു ചെക്ക് ഡാം പോലെയുള്ള ഒരു മേഖലയാണ്. അതിലൂടെ നിരവധി ഓടകളുണ്ട്. അതിൽ ഒരു ഓടയിലാണ് ഈ രണ്ട് യുവാക്കൾ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഗൗതമിനെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ചിറ്റൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടാമനായിട്ടുള്ള അരുണിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഈ സ്ഥലത്തെ MLA യും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്? ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അല്ല, അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്. അവർ വന്ന് ഇത് സ്ഥലത്തിൻ്റെ ഇതൊന്നും അറിയാത്ത രീതിയിൽ ഓടയുണ്ടെന്ന് അറിയാണ്ട് അകപ്പെട്ടതായിരിക്കുന്ന തോന്നുന്നത്. അപ്പോൾ അവർ കൂടുതലുള്ള കുട്ടികളെ കൊണ്ട് ചോദിക്കുമ്പോഴും അവർക്ക് വലിയ പിടിയില്ല. ഒരാളെ രക്ഷപ്പെടുത്തിയില്ല മിസ്റ്റർ, അവരുടെ അവസ്ഥ എന്താണ്? അവർ വളരെ മോശമാണ്, ക്രിട്ടിക്കലാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ദൗത്യമാണോ? ദൗത്യമല്ല, ഇതിപ്പോൾ എനിക്ക് ഇതിലുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. ഒലിച്ചു പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുണ്ടെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആയിട്ട് ഉള്ളൂ. നാളെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ചിറ്റൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വലിയൊരു ദൗത്യം തന്നെ ഇനി നടത്തേണ്ടതുണ്ട് അരുണിനെ കണ്ടെത്താൻ. കാരണം ഇപ്പോൾ ഈ നിൽക്കുന്ന മേഖലയിലൂടെ ഒരുപാട് ഓടകളുണ്ട്. ഒരു ശക്തമായിട്ടുള്ള ഒഴുക്കും ഈ പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും അരുണിന് വേണ്ടി ഈ ഓടയിൽ ഉടനീളം ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. അതിനുപോലെ തന്നെ ഈ ചിറ്റൂർ പുഴയ്ക്ക് ഈ കോസ്വേക്ക് സമീപമുള്ള മറ്റ് പരിസര പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട് ഉദ്യോഗസ്ഥർ. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സംഘം തന്നെ ഈ മേഖലയിലേക്ക് ഈ പരിശോധനയ്ക്കും തിരച്ചിലിനും വേണ്ടി ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ സ്വദേശികളാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ മേഖലയിലേക്ക് എത്തിയത്. ഇവർ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായാണ് ഈ ചിറ്റൂരിലേക്ക് എത്തിയത്. നേരത്തെ ഇതുപോലെ പല ഘട്ടങ്ങളിലും ആളുകൾ ഈ വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ ഈ ചിറ്റൂർ മേഖലയിലേക്കും ചിറ്റൂർ പുഴ മേഖലയിലേക്കും എല്ലാം എത്താറുണ്ട്. പക്ഷേ വിളയോടിയിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ഈ മേഖലയിലാണ് ഇവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇതൊരു ചെക്ക് ഡാം പോലെയുള്ള ഒരു പ്രദേശമാണ്. ഈ ചെക്ക് ഡാം പോലെയുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ അവിടെ നിരവധി ഓടകളുണ്ട്. ഇപ്പോൾ ആ ഓടകളെല്ലാം ഇവിടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഇരുമ്പിൻ്റെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ച് ഇപ്പോൾ അടയ്ക്കുകയാണ്. ഈ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഈ അതിലൂടെ പോകുന്നത് തടയുന്നതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഷീറ്റ് വെച്ച് തടയുന്ന. ഏതായാലും ഓടയിൽ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു. ഇവർ എത്ര പേരടങ്ങുന്ന സംഘമാണ് ഇവിടേക്ക് വന്നത്? കോയമ്പത്തൂരിൽ 7 പേരാണ്. രണ്ട് യുവാക്കൾ, അതിൽ 2 യുവാക്കളാണ് ഇപ്പോൾ ഇതുപോലെ കാണാതായിരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ ഒഴുക്കുണ്ടല്ലേ? ഒരാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അയാളുടെ നില കുറച്ച് ഗുരുതരമാണെന്നാണ് കാണാൻ കഴിയുന്നത്. ഒഴുക്ക് ശക്തമാണോ? ഒഴുക്ക് ശക്തമാണ്. അടിയൊഴുക്ക് ആളേറെ തുറന്ന പോലെ തന്നെ വലിയ രീതിയിൽ ഒഴുക്കുണ്ടല്ലോ ഇവിടെ. അല്ല, സാധാരണഗതിയിൽ കുറച്ചായിട്ട് ഇപ്പോൾ വെള്ളം കൂടുതലായി വരുന്നത് കൊണ്ട് ഇതിന്റെ ഒഴുക്കിന്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ചു. ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഈ പ്രവൃത്തി? ഇപ്പോൾ ഒഴുക്ക് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ബണ്ട് വെച്ച് അടച്ച് വെള്ളം കുറച്ച് ഓവിൽ കൂടെ പോകുന്ന വെള്ളം കുറച്ച്, പിന്നെ നമ്മൾ ഇത് ഉടനീളം ഈ കോസ്വേ ഉടനീളം ഈ ഓവിലൂടെ തന്നെയാണ് പോയത് അവർ കൂടുതൽ പറയണം. അതെ, കൂടെയുള്ള ആളുകളുടെ മൊഴി അനുസരിച്ചിട്ടാണ് ഈ ഓവിന്റെ അകത്തുകൂടിയാണ് ആളുകൾ പോയി എന്നാണ്. ചിറ്റൂർ എന്നുള്ള ഫയർഫോഴ്സ് മാത്രമാണോ അതോ? ചിറ്റൂർ പാലക്കാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയും. ഇപ്പോൾ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. 7 അംഗ സംഘമാണ് കോയമ്പത്തൂരിൽ നിന്ന് ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി ചിറ്റൂർ മേഖലയിലേക്ക് എത്തിയത്. ഇതിൽ 2 യുവാക്കളാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയുള്ള യുവാവിൻ്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തിയപ്പോൾ പറയുന്നത്. ഏതായാലും ഈ ഓവിൻ്റെ ഈ യുവാക്കൾ അകപ്പെട്ടിട്ടുള്ള ഓവിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, ആ ഒഴുക്കിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള
ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. ഈ ഓവിൻ്റെ മറ്റൊരു ഭാഗത്താണെങ്കിൽ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ശ്രമം നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നിരവധി ഓവുകൾ ഈ കോസ് വേയിലുണ്ട്, അല്ലെങ്കിൽ ഓടകൾ ഈ കോസ് വേയിലുണ്ട്. അതെല്ലാം നാട്ടുകാർക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഉൾപ്പെടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല. ആ ആളുകളാണ് ഇത്തരത്തിൽ അറിയാതെ വന്ന് ഇവിടെ കുളിക്കാനും മറ്റും ഇറങ്ങി ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ യുവാവിന് വേണ്ടിയുള്ള അരുൺ എന്ന് പറയുന്ന കോയമ്പത്തൂർ സ്വദേശിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. 7 ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ അരുണിന് വേണ്ടി ഈ ഓടയിൽ വടം കെട്ടി അവർ ആ ഓടയ്ക്ക് സമീപത്ത് നിന്ന് തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചിറ്റൂരിലെ വിളയോടിയിലെ ഷൺമുഖം കോസ്വേയിലാണ് ഇത്തരത്തിൽ 2 യുവാക്കൾ അപകടത്തിൽപ്പെടുകയും ഒരു യുവാവിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും രണ്ടാമത്തെ യുവാവ് ഇപ്പോഴും ഈ ഓടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്ന നിഗമനത്തിൽ തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു. ഏതായാലും ഒരു സംശയമുള്ളത് ഓടയ്ക്ക് പുറത്ത് വന്ന് മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതായാലും പുഴയുടെ വിവിധ കരകളിൽ തിരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രദേശത്തുള്ള വ്യക്തികൾ നമ്മളോട് കൂടുതൽ ചേരുന്നുണ്ട്. സുമേഷ് അച്യുതൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഓട കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടി ഉണ്ടോ? ഇവിടെ ഒരു 3/4 മണിക്കൂറായിട്ട് ഇവിടെ തെരഞ്ഞു നിൽക്കുകയാണ്. തെരഞ്ഞിപ്പോൾ ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ നിന്ന് താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. നെയ്വേലി സ്വദേശിയായ അരുൺകുമാർ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ്. പക്ഷേ നെയ്വേലി സ്വദേശിയായ അരുൺകുമാറിനെയാണ് നെയ്വേലി സ്വദേശി അരുൺകുമാറിനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ ശ്രീ ഗൗതമിനെ ഇവിടെ നിന്ന് ലഭിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഏതായാലും ഇത് ശുഭപ്രതീക്ഷയിൽ 7 അംഗ സംഘമാണ് ഇവിടെ 10 പേരുണ്ടായിരുന്ന സംഘത്തിൽ മുഴുവൻ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ്. എഞ്ചിനീയറിംഗ് കോളേജാണോ? കർപ്പകം എഞ്ചിനീയറിംഗ് കോളേജ് ആ കുട്ടി കർപ്പകം യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിരവധി കോളേജുകളുണ്ട്. കർപ്പകം ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കർപ്പകം കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഏതായാലും ഇവിടെ ഈ ഓട ഉണ്ടെന്ന് അറിയാണ്ട് വന്നപ്പെട്ടതാണ്. ഇത് അറിയാതെ ഇവിടെ ഈ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒഴുക്കിൻ്റെ യഥാർത്ഥ ഒഴുക്കിൻ്റെ അളവറിയാതെയാണ് ഇവർ വന്ന് കുളിക്കാൻ ഇറങ്ങുന്നത്. ഈ ഒഴുക്കിൽ നീന്താൻ അറിയുന്നവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് നീന്താൻ അറിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. കോസ്വേയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തെത്താനുള്ള സമയം കഴിഞ്ഞു എന്നതാണ്. വലിയ ഓടയാണോ? വലിയ ക്രോസ് വേ ആണ്. ചെക്ക് ഡാം പോലെ ഒരു 2-3 ആൾക്ക് ഒരുമിച്ച് കടക്കാനുള്ള ഒരു ഗ്യാപ്പുള്ളൊരു സ്ഥലമാണ്. പക്ഷേ വലിപ്പമുള്ളതാണ്. ഒരാൾ പാസ് ചെയ്ത് പോകാനുള്ള. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു തടസ്സമുള്ളതുകൊണ്ട് ആ തടസ്സത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ തിരഞ്ഞു നിൽക്കുന്നത്. ഉദ്യോഗസ്ഥർ ഈ ഓടയ്ക്ക് അകത്ത് കയറി പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒഴുക്ക് ശക്തമായതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? ഒഴുക്ക് ശക്തമായത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയെ ലഭിച്ചത് ഈ ഓടയിൽ വെച്ച് തന്നെ അവിടെ തടസ്സത്തിൽ നിന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയോടുകൂടെ ഇവിടെ നോക്കുന്നത്. ഏതായാലും ഇപ്പോഴും പ്രതീക്ഷയോടുകൂടെ നല്ല വാർത്തയാണ്. നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടാണ്. ഒഴുകിപ്പോയെങ്കിൽ ഏത് ഭാഗത്ത്? ഇവിടെ നിന്ന് ഒഴുകിപ്പോയാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെക്ക് ഡാമുണ്ട്. അത് കടന്നു പോവുകയാണ്. ചെക്ക് ഡാം ചിറ്റൂർ കോളേജിനടുത്തായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സാധ്യത. നാട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല, അവിടെ ഇപ്പോൾ എല്ലാവരും ഇവിടെ പ്രതീക്ഷിച്ച് തിരക്കാണ്. ഏതായാലും ഡാം അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂലത്തറ ഡാം ഇപ്പോൾ അടച്ചാൽ ഈ ഒഴുക്കൊന്ന് കുറയണമെങ്കിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. എന്നാലേ ഒഴുക്ക് കുറയുള്ളൂ. ഇതാണ് രോഷ്നി ഇപ്പോൾ നൽകാനുള്ള വിവരം എന്ന് പറയുന്നത്. ഈ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ തുടരുന്നു.